എന്റെ പൊന്നു ദൈവമേ, ഞാൻ സത്യമായിട്ട് വിചാരിച്ച ഈ ദുരന്തങ്ങളൊക്കെ അവസാനിച്ചു. പക്ഷെ ഇതിപ്പോ എങ്ങനെ പൊങ്ങി വരുന്നു എനിക്ക് യാതൊരു ഐഡിയ കിട്ടത്തില്ല. എന്നാലും ദൈവമേ, ഈ ചതി നമ്മളോട് വേണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് പരിപാടി തുടങ്ങാം. നമ്മുടെ അക്ക ചപ്പാത്തി വരത്തുന്നുണ്ട്, പിന്നെ കാലേ വീഴുന്നുണ്ട്, കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്ത് ആരും പറ്റുവാന്നല്ല. ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, സന്തോഷമായിരിക്കും കേട്ടോ. അപ്പൊ നേരെ നമുക്കെന്നാ ഇങ്ങോട്ട് പോവല്ലേ. അങ്ങനെ നമ്മുടെ അമലയൊക്ക ചപ്പാത്തി ഒക്കെ ആയിട്ട് നിൽക്കണേ. ചപ്പാത്തി ഒക്കെ ആയിട്ട് നമുക്ക് അക്കയുടെ ചപ്പാത്തി ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ആരും ചിരിക്കരുത്. വെയിറ്റ് എടുത്ത് ചെറിയാണ് കഴിച്ചു. 4 പ്രാവശ്യം ചപ്പാത്തിക്കോല് 2 അടി. പൊടി പൊടി എറിയാണ്, വീശിയാണ്. പൊടി പറക്കട്ടെ. പൊടി ഇടിച്ചിടിച്ചു വാർത്ത ചപ്പാത്തിയുടെ മാവ് റെഡിയാണ്. ഓക്കെ, റെഡി ടു സംഭവമാണ്. കുടച്ചോണ്ട് പരത്തുന്ന കണ്ടോ എന്റെ മോനെ. ആരും ചിരിക്കരുത്. ചപ്പാത്തിയായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഫൈനലി അക്ക കഷ്ടപ്പെട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അക്കല്ല, ഇത് ഉണ്ടാക്കിയവനൊരു അവാർഡ് പോലും നമുക്ക് സ്കില്ലാണ്. കറക്റ്റ് സംഭവം ഇതായിരുന്നു നല്ലത്. ഒന്നുമില്ല ടേസ്റ്റുള്ള. ഇന്നിപ്പോ മുളകും പുളിയൊന്നും നടത്തുന്നില്ല. സഹായിക്കും. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത് നോക്കാം. ഇത് പണ്ടത്തെ ഗൈസ്, ഇത് ഞാൻ നേരത്തെ കണ്ടായിരുന്നു. దానికేమో మరి దానికేమో మేకలిస్తివి మరి నాకేమో సన్నబియ్యం కలిస్తివి. എന്തോ താഴെ കമന്റ് ലോഡിങ് എന്ന് പറഞ്ഞ ലോഡിങ്സ് കമന്റ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അക്ക നല്ല കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ. ഒക്കെ നമ്മള് ബഹുമാനിക്കണം. അക്കയാണ് ബഹുമാനിക്കണം. మేకలేమో మందలుగా పెరిగిపాయ నాకిచ్చిన నూకలేమో ఒక్క ആക്ടിങ് ഒക്കെ കണ്ടോ? എന്ത് രസമല്ലേ ഐശ്വര്യ റായിയോ ഇങ്ങനെ. ആ സ്റ്റെപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു എക്സ്പെഷ്യലി. പട്ടിയെ പോലും ആട്ടവും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ പട്ടിയെ പോലും ആട്ടവും എനിക്ക് മനസ്സിലായോ? ഇപ്പത്തെ വില മുടിച്ചൊരിക്കെ നൈസായിട്ടുണ്ട്. അപ്പം അക്കയുടെ മന്നന്മാരായിട്ടുള്ള അണ്ണന്മാരും അക്കയുടെ വില മനസ്സിലാക്കി തുടങ്ങിയൊക്കെ അക്കയുടെ കാര്യം പറഞ്ഞ് വീർത്ത് പോയി. കാരണം അക്കയെ കുറിച്ച് പറയുമ്പോണ്ടല്ലോ വീർക്കും, രക്തങ്ങളൊക്കെ ഇങ്ങനെ തിളക്കിയാണ്. അപ്പൊ നമുക്ക് അക്കയുടെ അടുത്തത് നോക്കാം. ஃபில்டர் வந்து யூஸ் பண்ணி தான் வெள்ளையா காட்டுறாங்க. அவங்களோட கலர் வந்து கொஞ்சம் பிளாக் தானா, ஃபில்டர் பார்த்து வெள்ளையாக்குறாங்க. ஸோ அந்த ഫിൽറ്റർ ഉപയോഗിക്കുന്നത് വെളുപ്പിക്കാനാണ് കറുപ്പിക്കാനാണെന്നാണ് അറിയിക്കുന്നത്. പണ്ടൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ റീൽസ് കാണുമ്പോ ഇവര് അത്യാവശ്യം ഒരു ഇരുനിറത്തിലുള്ള ഫിൽറ്റർ ഒക്കെ ഇട്ട് വെളുപ്പിച്ച് തുടിപ്പിച്ച് അക്കയൊക്കെ എന്ത് രസമാണെന്നറിയാമോ. പക്ഷെ இந்த மாதிரி தான். ஆனா நீங்க நேர்ல பார்க்கும்போதே கொஞ்சம் வெள்ளையா தான் இருக்கீங்க. ஆனா இந்த மாதிரி கமெண்ட்ஸ் எல்லாம் வருது இல்ல, ரொம்ப ஃபில்டர்னால தான். കണ്ട അവൻ തന്നെ പറയുന്നുണ്ട്, നേരെ കാണുമ്പോ വലിയ ഫിൽറ്റർ കാണുമ്പോ വലിയ വെളുപ്പൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ട് അവന് ഒരു നാണം കൂടി ഞാൻ ഫിൽറ്റർ അവിടെ ഇരിക്കുന്നത് എന്നത്? ഫിൽറ്റർ അവിടെ ഇരിക്കുന്നത് എന്തിനാണ് ഫിൽറ്റർ നിങ്ങൾ കൊടുത്തിരിക്കുന്നതാണ് ചോദിച്ചത്. ഫിൽറ്റർ എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? ഓക്കെ, കേൾക്കാം. ஃபில்டர்னா அந்த கொஞ்சம் டார்க்கா இருக்கவங்கள கொஞ்சம் இன்னும் கொஞ்சம் ஃபேரா இது எங்க காண்றது? நீங்க ஃபில்டர் எங்க இருந்து நீங்க அதை எடுத்துட்டு வந்தீங்க? இன்ஸ்டாகிராம். அது இன்ஸ்டாகிராம்ல என்னது? ഇൻസ്റ്റാഗ്രാമിൽ എന്തിനാണ് ഫിൽറ്റർ കൊടുത്തേക്കെന്നാണ് പുള്ളിക്കാരി ചോദിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഒട്ടനെ ഇവൻ എന്ത് ഞാനങ്ങനെ വരുന്നേനെ മറുപടി കൊടുത്തേനെ. ரீல்ஸ் பண்ணும்போது ஒரு அதுக்கு பேர் என்னது? ஃபில்டர் ஃபீச்சர். ഓ എന്റെ മോനെ, ഓ എന്റെ ദൈവമേ. അവിടെ കേരള സർക്കാർ ഇത്രയേ ഉള്ളു, മദ്യവും വിൽക്കുന്നുണ്ട്, ബൈബിളും വിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിട്ടുപോതേതാണ്. ആ ഒരു എക്സാമ്പിൾ നിങ്ങൾ എടുത്താൽ മതി. എന്നാലും കുട്ടിയുടെ നിലക്കൊരു ചെറിയ ഫീസാണ്, ഇട്ടോട്ടെ, കുഴപ്പമില്ല. നമ്മൾ വിൽക്കുന്ന ആളല്ല. പക്ഷെ എന്നാലും കണ്ടോണ്ടിരിക്കുന്ന இன்ஸ்டாகிராம் அப்டேட் பண்ற ஃபீச்சர்.
இன்ஸ்டாகிராம் அப்டேட் பண்ணனா நியூ ஃபீச்சர். ஃபீச்சர் வந்து எதுக்காக அப்டேட் பண்ற? ഇൻസ്റ്റാഗ്രാം ഫീച്ചർ അപ്ഡേറ്റ് വന്നെന്ന് ഒരൊക്കെ അടിച്ച കുറെ എണ്ണം കാണും. അതിനൊക്കെ ഒന്ന് വെളുപ്പിച്ചത് തുടിപ്പിക്കാനായിരിക്കും. ഇരിക്കാം സ്വാഭാവികം. இன்னும் நீ கொஞ்சம் இன்ஸ்டாகிராம் பெட்டரா இருக்கா? இருக்கேன் இருக்கு. எதுக்காக? അവൻ ഇൻസ്റ്റാഗ്രാമിൽ ഇരിപ്പുണ്ടോ? അവൻ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടോ? അപ്പൊ പറഞ്ഞാ ആ ഉണ്ട് അണ്ണാ അക്കാ ഞാൻ ഉണ്ടക്കാ അക്കാ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടക്കാ. இருக்கு. எதுக்காக? இந்த மாதிரி അയ്യോ അതിനെന്തിനാ നിന്നെ പോലെ വാളികൾ കാണുന്ന വാളിത്തരം കാണാൻ? അതെ അങ്ങനെ പറയാം. വാളിത്തരങ്ങൾ കാണിക്കുന്ന ഗോപാളികളെ കാണാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട്. പിന്നെ അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയക്കാം. ഇത് അയച്ചു കൈ ഈ ലോക വാളയാണ് കണ്ടേ കിടക്കട്ടെ അതൊക്കെ പറഞ്ഞ് അയച്ചു കൊടുക്കില്ല. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും, അത്യാവശ്യം ചെയ്യും. റെക്കോർഡ് ചെയ്യുന്ന ഫോണിതാ ഇല്ലത്തോട്ടെ കാണിക്കാൻ ഓരോരുത്തന്മാർ അയച്ചു തരുന്ന സാധനമൊക്കെ കണ്ടാ കണ്ണു പൊട്ടിപ്പോവും. അമ്മമാര് സാധനങ്ങൾ കേട്ട് ഇങ്ങനെ കണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ കാശ് നമുക്ക് അടുത്ത് നോക്കാം. ഏതാണോ ഒരു ജഡായി നാട്ടിലിറങ്ങിയിരിക്കുന്നത്? അതെ, ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഇട്ട് ഒരു പൊക്കണ സഞ്ചിയും പിടിച്ച് പാമ്പ് പിടുത്തക്കാരനാണ്. സൂപ്പർ സാധനമാ. കറക്റ്റ് കട്ടിക്കട. ഇത് ആരാണ് ഇത് ഉപയോഗിച്ചത്? ഇത് എഡിറ്റ് ചെയ്ത പുള്ളി കേട്ടോ, പോപ്പ് സ്ട്രോൾ. നിങ്ങൾ കയറി ഇത് വാച്ച് ചെയ്തേക്കണം. പുള്ളിക്കാരെ വേറെ ലെവല കേട്ടോ. എന്താ ലുക്കാണ്. ഇതാണ് ഫീച്ചറാടാ, ഇൻസ്റ്റഗ്രാം ഫീച്ചർ ആണടാ. എടാ എടാ തമിഴാ, ഇത് ഇൻസ്റ്റഗ്രാം ഫീച്ചറാടാ. നീ ഫോളോ പണ്ടടാ. എന്തത് പാടത്ത് കോലയിട്ട് നിൽക്കാൻ പോണോ? കോലോ ഇത് കംപ്ലീറ്റ് ഞാൻ വാടകയ്ക്ക് എടുത്തതാ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. സ്വാഭാവികം. ഇംപ്രൂവ്മെന്റ്സ് പ്രതീക്ഷിക്കരുത് ഗൈസ്, പ്രതീക്ഷിക്കരുത്. എങ്ങനെയുണ്ട്? കഷ്ടം പെറ്റ തള്ള സഹിക്കൂലേട്ടാ. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? അപ്പൊ നമ്മൾ അക്കയുടെ പരിപാടിയൊക്കെ ഏകദേശം വൈൻഡപ്പ് ആയിട്ടുണ്ട്. അപ്പം ഗൈസ് അയ്യോ അക്കയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചൂടാതെ വിയർത്ത് തൊലിച്ചു കേട്ടോ ഗൈസ്. അപ്പൊ അക്ക ഇഷ്ടപ്പെടുന്നവരെല്ലാവരും അക്ക ഉയർന്ന് കമന്റ് ചെയ്യുക. അക്ക ഇഷ്ടപ്പെടാത്തവരെല്ലാരും എന്ത് കമന്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നമ്മുടെ പിള്ളേരല്ല എന്താ വെച്ചാൽ കമന്റ് ചെയ്തേക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഓക്കെ ഗൈസ്, അടുത്തൊരു കിടിലൻ വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മറന്നു.